ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്ക് ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങളെ നാട്ടിലത്തൊക്കെ കാലാവസ്ഥ എന്താണ്? മഴയാണോ? നല്ല മഴ തന്നെ ആയിരിക്കും അല്ലേ? അപ്പം അതെന്താ കർക്കിടക മാസം ഇതൊക്കെ അല്ലേ? അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ, രാവിലെ മക്കൾ പോയതിനുള്ള ശേഷമുള്ളൊരു വിശേഷമാണ് കേട്ടോ. ഒരു 2 മണി വരെ ഉള്ളൊരു വിശേഷമാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരും ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ മക്കളൊക്കെ പോയി ചായയോടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളു തട്ടിക്കൊട്ടാനൊക്കെ വന്ന സമയത്ത് ഞാൻ എന്താക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് എന്താക്കുന്ന പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പുറത്ത് കെകുന്നോടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഉള്ളു ക്ലീനാക്കാൻ വരും കേട്ടോ. കട്ടിലും ഇതൊക്കെ തട്ടിക്കൊട്ടി വിരുത്തിയിടുമ്പോൾ തന്നെ അടിച്ചു വാരിയിട്ടില്ലെങ്കിലും പെട്ടെന്നൊരാൾ കയറി വന്നാൽ ഒരു വൃത്തിയാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ കടന്ന വിരിപ്പും പുതപ്പും അതെല്ലാം അങ്ങനെ കടക്കലും, പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളുടെ റൂം പിന്നെ പറയാനുണ്ടാവില്ലല്ലോ. ഒരു തുണിയൊക്കെ ഊരി ചാടിയതും ബുക്കും അത് ഇതൊക്കെ ഭാരി പൊറുക്കിയിട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പം ഞാൻ എന്താണ് ആദ്യം ചെയ്യുക, ഉള്ളത്തെ കിച്ചൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്ത് വർക്ക് ഏരിയക്ക് കൊണ്ടുപോയിട്ട് ആദ്യം വെക്കൂട്ടോ. ഒക്കെ ഒഴിവാക്കിയിട്ട് ആദ്യം വെച്ചിട്ട് പിന്നെ എന്താക്കുന്ന എല്ലാം ഉള്ളെല്ലാം തട്ടിക്കൊട്ടാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ കട്ടിലൊക്കെ തട്ടി കൊട്ടി വൃത്തിയാക്കി ആദ്യം എൻ്റെ റൂമിലേക്കാണ് ഞാൻ വരിക കേട്ടോ. എന്താ മറ്റേ കിഡ്സിൻ്റെ കുട്ടികളെ റൂമിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തെ ഒരു പണി തന്നെയാണ്. അപ്പം ഞാൻ എന്താക്കുക, എൻ്റെ റൂമിൽ പിന്നെ വലിയൊരു വൃത്തിയേടായി കിടക്കൂലല്ലോ. ഞാൻ അങ്ങനെ ഓരോന്താക്കും, എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വന്ന് ഇതാകാൻ പാടില്ല. അങ്ങനെ ഇവിടെ കടിച്ച് എല്ലാം ഒരുക്കി പറക്കി വൃത്തിയാക്കിയപ്പോൾ തന്നെ വൃത്തിയല്ലോ. നല്ല അടിച്ചിട്ടും തുടച്ചിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ലല്ലോ, ഒക്കെ ഒരു വൃത്തിയായ പോലെയാണല്ലോ. അങ്ങനെന്താക്കി ഈ റൂമിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിട്ടോ, ഒക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാം അടിപൊളിയാക്കിയിട്ട് വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാറ, കുറച്ച് നേരം എവിടെയെങ്കിലും നമുക്ക് വയ്യാണ്ട് ഇരുന്നാലും എന്താവില്ല, കുഴപ്പമില്ല. ഉള്ളിലേക്ക് പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ വേഗം കിച്ചണിലോട്ടല്ലല്ലോ വരിക, ഹാളിലേക്കല്ലേ. അങ്ങനെ ഈ റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്താക്കിയാലും മണി പ്ലാന്റ് ഉണ്ടല്ലോ, അതിത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാനയക്കണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഇവിടെ വെക്കുക കേട്ടോ. ഈത്തതും മാറ്റാനായി, ഇനി ഹോളിൽ വെക്കണതും ബെഡ്റൂമിൽ വെക്കണതൊക്കെ ഒന്ന് മാറ്റാനായിക്കണം കേട്ടോ. അതെന്താ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥയാണിത്, ബുക്കൊക്കെ ഭാരി വലിച്ചിട്ടിട്ടോ. അപ്പം ഞാനതെന്താക്കി ഇതൊക്കെ ഒന്ന് ഒരുക്കി വെക്കട്ടെ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമുക്കിങ്ങനെ കാണാം. പിന്നെ കുറേ തുണികൾ, ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ പറഞ്ഞാൽ നമുക്ക് അന്നന്ന തുണിയൊന്നും മടക്കി വെക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ മേലത്തെ എന്താക്കി തുണി ആറിടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇതിപ്പോൾ രാവിലെ യൂണിഫോമിൻ്റെ ഒരു സോക്സ് കാണാത്തതിൻ്റെ ഒരു വലിച്ചിടലാണിത്. അൽമാറയത്തെ തുണിയൊക്കെ താഴെയാണ് കിടക്കണം. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ക്ലീനാക്കി. പിന്നെ ഞാൻ തുണി മടക്കി വെക്കാൻ നിന്നില്ല. തുണി മടക്കി വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പണികളെ കിടക്കും. വൈകുന്നേരം സമയമാകുമ്പോൾ ഫ്രീ ഉണ്ടാകുമ്പോൾ തുണികളെ മടക്കി വെക്കാട്ട് ഇതിൻ്റെ ഉള്ളും ഫുള്ള് ക്ലീനാക്കിയിട്ട് നീറ്റാക്കിയിട്ട് അവിടെ വെച്ചിന് കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കി പറഞ്ഞാൽ ബാക്കിയുള്ള ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അടിച്ചു വാരിയിട്ടൊന്നുമില്ല ഹാളിൽ. പിന്നെ വലിയ എന്താണ് സെറ്റിങ് കാര്യങ്ങളൊന്നും ഹാളിലില്ല. ചെറിയൊരു ടീപ്പോയി ഇത് ഞാൻ സിറ്റ് ഔട്ടിൽ വെച്ചതേനു. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഭയങ്കര പൂച്ചൻ്റെ ശല്യം. പൂച്ചണ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് പിന്നെ ഭയങ്കര ശല്യം കേട്ടോ. അപ്പോൾ ഞാനിത് ഉള്ളിലേക്ക് വെച്ചതാണ്. അതിന് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഇനി പുറത്താക്കിയിട്ട് വേണം സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെക്കാൻ. അത് ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ വേഗം ഈ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയിട്ട് എടുക്കട്ടെ കേട്ടോ. പിന്നെ അത് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ എല്ലാം ആദ്യം സ്റ്റോർ റൂം, ബെഡ്റൂം, ഹാള് എല്ലാം വൃത്തിയാക്കിയിടും. എന്നിട്ട് പിന്നെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ. സ്റ്റോർ റൂം എല്ലാം അടക്കി പെറുക്കി തുടച്ച് സ്ലാബെല്ലാം തുടച്ച് ഡബ്ബി ഇതൊക്കെ നമ്മൾ വാരി വലിച്ചിടുമല്ലോ രാവിലെ, അതൊക്കെ ക്ലീനാക്കി. അങ്ങനെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടോ. പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതെല്ലാം സിങ്കും ഇതൊക്കെ ഒന്ന് തേച്ചേക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ തുടച്ചിടുന്നുള്ളൂ. ഇനി ഉള്ളൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെയാണ് സിങ്കും സ്ലാവൊക്കെ ഞാൻ പിന്നെ തേച്ച് കഴുകല്. അങ്ങനെ അത് അടിച്ചു വാരട്ടെ. മേലെ റൂമെല്ലാം അടിച്ചു വാരിയിട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരി തുടച്ചിടട്ടെ കേട്ടോ. ഇപ്പം തന്നെ അതിന് സമയം 12:30 മണി 1 മണി ആകാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം എന്താക്കി അടിച്ചു വാരി. പിന്നെ മിറ്റടിക്കലാണ് ഇപ്പം നമ്മൾ രാവിലെ കഴിക്കൂലല്ലോ, മഴയല്ലേ. എപ്പോഴാണോ കുളിക്കാൻ ഇറങ്ങുന്നത് ആ സമയത്തല്ല നമ്മൾ മിറ്റടിക്കാൻ ഇറങ്ങുന്ന സമയം. ഇപ്പോൾ അതിനുള്ളൊക്കെ എല്ലാം അടിച്ചു വാരി പിന്നെ വേഗം കുറച്ച് തുടക്കാനുള്ള വെള്ളം എടുത്ത് അതിലേക്ക് വേണ്ട ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് വേഗം തുടക്കുക കേട്ടോ. അപ്പോഴാണ് വാഷ് ബേസിൻ്റെ അടുത്ത് ആ പ്ലാന്റിലത്തെ വെള്ളമെല്ലാം മാറ്റിക്കൊടുത്ത് അവിടുത്തെ ഗ്ലാസ്സെല്ലാം തുടച്ച് അവിടെ ഒരു ഹാൻഡ് കർച്ചിപ്പ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ ഞാൻ കർച്ചിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് വേഗം തുടച്ചെടുക്കട്ടെ.
പിന്നെ ഇപ്പം നിങ്ങളെല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കിട്ടോ. ആരെങ്കിലുമൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക. നിങ്ങളില്ലേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോഴാണ് എൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും ഇങ്ങനൊരാളിലേക്ക് ഷെയർ ആയിപ്പോവുക. അത് നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ നമ്മൾ ആർക്കും ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്താൻ പറ്റിയിട്ടില്ലെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് ലൈക്കിലൂടെ നമ്മളത് പിന്നെ വീഡിയോ ഷെയർ ചെയ്യും. അപ്പോൾ കുറേ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് യൂട്യൂബിൻ്റെ പൈസ റവന്യൂ വന്നോ, പൈസ വരാൻ തുടങ്ങിയോ? ഇല്ലട്ട മക്കളെ, അത്ര പെട്ടെന്നൊന്നും യൂട്യൂബിൽ പൈസ വരുന്നൊരു സംഭവമല്ല ഇത്. അതിന് കുറേ പണിയാണ്. നമ്മൾ സബ്സ്ക്രൈബർ ആയാൽ മാത്രം പോരട്ടോ, വാച്ചിങ് ടൈം ഒക്കെ ആവണം. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനെ അതിൻ്റെ തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞ് ഉള്ളെല്ലാം അടിപൊളിയായിട്ട് ഇനി വേഗം എന്താക്കട്ടെ കുളിക്കാൻ പോകട്ടെ കേട്ടോ. കുളിയും നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ വിളിയാളെ വശമായി ഓതുന്നുണ്ട് പള്ളൻ്റെ ഉള്ളിൽ നിന്ന്. വേഗം എന്താക്കട്ടെ കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് കുളിയും നിസ്കരിച്ചിട്ട് വേഗം ചോറ് തിന്നിട്ട് കേട്ടോ. നല്ല വിശക്കുണ്ട്, റാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ വീണ്ടും പറയുന്നത് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ. അസ്സലാമു അലൈക്കും.